ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള കക്കുറൊട്ടിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ചിക്കനോ അല്ലെങ്കിൽ ബീഫോ വെച്ച് ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് വെച്ചിട്ടാണ്. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടാകുമ്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 3 ഗ്രാമ്പു, പട്ട, ഏലക്കായ, ബേ ലീഫ്, അരമുറി തേങ്ങ, കറിവേപ്പില ഇത്രയും ചേർത്ത് നല്ല ബ്രൗൺ നിറമാകുന്നത് വറുത്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 3 മീഡിയം സൈസ് ഉള്ളി, 2 തക്കാളി, ഒരു 3-4 പച്ചമുളകാണ്. അതും ഉള്ളി നല്ല സ്ലൈസായിട്ട് അരിഞ്ഞ് വയ്ക്കുക, തക്കാളി അതുപോലെ തന്നെ. കൂടാതെ അതിലേക്ക് 3-4 പച്ചമുളക് എടുത്തിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് അരിഞ്ഞ് വയ്ക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള മല്ലിയിലയും പിന്നെ കുറച്ച് കറിവേപ്പിലയുമാണ്. മല്ലിയിലയും കൂടി ചെറുതായി പൊടിയായിട്ട് അരിഞ്ഞ് വെക്കുക. പിന്നെ നമുക്കിനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം കുക്കർ അടുപ്പത്ത് വയ്ക്കുക. കാരണം ബീഫ് ആയതുകൊണ്ട് തന്നെ വേവ് ഇത്തിരി കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് കുക്കറിൽ ആക്കുന്നത് കേട്ടോ. അപ്പോൾ കുക്കറിൽ ചൂടായതിന് ശേഷം ഓയിൽ ഒഴിക്കുക. ഓയിൽ വെളിച്ചെണ്ണ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓയിൽ ചൂടായാൽ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ടെടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഉപ്പ് ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ഈസി ആയിട്ട് അത് നമുക്ക് വഴന്ന് കിട്ടും. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവണം കേട്ടോ. അപ്പോഴായിരിക്കും കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുക. അല്ലെങ്കിൽ ആ ഒരു പച്ച ഉള്ളി തന്നെ അതിലുണ്ടാവും. അപ്പോൾ അതൊരു ഏകദേശം ആകാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ ഉള്ളി വേവേണ്ടത്. അതിലേക്ക് ബാക്കി പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടാതെ തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. തക്കാളി നല്ലോണം വെന്ത് വരണം, എന്നാലാണ് അത് നല്ലൊരു കുഴമ്പ് രൂപത്തിലുണ്ടാവുള്ളൂ. തക്കാളി വെന്തതിന് ശേഷം മാത്രം സ്പൈസസൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ തക്കാളി വേവില്ല. പിന്നെ നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള സ്പൈസസ് ചേർക്കാം. പിന്നെ അതിലേക്ക് ആദ്യം വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ, അതിട്ട് കൊടുക്കാം. പിന്നെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ, ബീഫ് മസാല ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു 1/2 കിലോ ബീഫാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടോ കുറക്കുകയോ ചെയ്യാം അളവ്. അത് ബീഫും കൂടി ചേർത്ത് നന്നായിട്ട് ആ മസാലകളൊക്കെ അതിലേക്ക് പിടിക്കുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. അതങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 3/4 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ബീഫിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങുമല്ലോ. അപ്പം ഒരു 3/4 കപ്പ് മതിയാകും. അങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് അതൊന്ന് വേവാൻ വെക്കണം. അപ്പോഴേക്കും നമുക്ക് അരിയുടെ മാവ് തയ്യാറാക്കണം. അതിനേക്ക് വേണ്ടി അരപ്പിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ, ഒരു ടീസ്പൂൺ പെരുംജീരകം, ഒരു ചെറിയ കഷ്ണം ഉള്ളി, കറിവേപ്പില എന്നൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾക്ക് അരിമാവ് ചേർത്തെടുക്കുക. അതിലേക്ക് ഞാൻ പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ ഒരു 4 വലിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എണ്ണം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ ഈ ഒരു ടെക്സ്ചറിൽ കുഴച്ചെടുക്കണം. എന്താ പറയുക, നന്ന ലൂസാവും വേണ്ട, നന്ന ടൈറ്റാവും വേണ്ട, കയ്യിലോട്ട് പിടിക്കാത്ത വിധത്തിലാക്കാം. അപ്പോൾ അത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ബീഫ് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ അത് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മാവ് ഉരുട്ടി വെക്കണം. എന്നിട്ട് ആവിച്ചെമ്പിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് വാഴയില വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും കറി ഇവിടെ റെഡിയായി കേട്ടോ. പിന്നെ ഇവിടെ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അത് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് കറി റെഡിയാവുന്നത്. നന്നായിട്ട് തിളവരണം, അതിലേക്കെല്ലാം പിടിക്കണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി വിതറി കൊടുത്താൽ നമ്മുടെ കറി റെഡിയാകും. അതൊരു സൈഡിലോട്ട് വെക്കുക. നമുക്കിനി മാവ് ഉരുട്ടിയെടുക്കാം. അതിനായിട്ട് എനിക്കിവിടെ 2 കുട്ടി അസിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഹെൽപ്പിന് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടത്തിന് തന്നെ വന്നതാണ്. ഞാൻ വിചാരിച്ചു നടക്കട്ടെ എന്ന്. അപ്പോൾ റൗണ്ട് ഷേപ്പാക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ലോകത്തുള്ള എല്ലാ ഷേപ്പും അവരാക്കി വെക്കുന്നുണ്ട്. കാര്യം അത്രയ്ക്ക് പന്തിയെല്ലാം തോന്നിയതുകൊണ്ട് തന്നെ എനിക്ക് ഇരട്ടപ്പണിയാകുമെന്ന് കണ്ടതുകൊണ്ടും ഞാൻ മേലെ അവിടെ നിന്ന് ഓടിക്കാനുള്ള ശ്രമമായിരുന്നു. പിന്നീട് ഓൾറെഡി താഴെ ഓയിലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വൃത്തിയാക്കാൻ ഞാൻ ടൈം കണ്ടെത്തണം. സോ അതുകൊണ്ട് തന്നെ ഓരോന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഓടിച്ചു. അവസാനം ആ ദൗത്യം ഞാൻ തന്നെ ഏറ്റെടുക്കുക ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് തന്നെ പണി കിട്ടും. അങ്ങനെ അതൊക്കെ ഉരുട്ടി എടുത്തിട്ട് ഞങ്ങൾ ആവിച്ചെമ്പ് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആവി കയറ്റിയെടുക്കണം.
ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. അത് റെഡിയായി കഴിഞ്ഞാൽ ഏത് പാത്രത്തിലാണോ ആക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള കറി ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളകളും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കുറച്ചധികം കറി ഒഴിക്കാൻ ശ്രദ്ധിക്കണമെങ്കിൽ മാത്രമാണ് അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം ഇത് വറ്റി വരും. അപ്പോൾ കുറച്ച് കറി ഉണ്ടാകുമ്പോഴാണ് ടേസ്റ്റ്. അവസാനം അതിലേക്ക് കുറച്ച് മല്ലിയുടെ കൂടി തൂക്കി കൊടുത്താൽ നമ്മുടെ കക്കറോട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.